ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇത് ഞാൻ തിരുപ്പതിയിൽ പോയ വീഡിയോ ആണ്. 2-3 ദിവസം തിരുപ്പതി ദർശനത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോയത്. റെയിൽവേ സ്റ്റേഷനിൽ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്നുള്ള വലിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കൊല്ലം ടു തിരുപ്പതി ട്രെയിനായിരുന്നു. രാവിലെ 10 മണിയോടുകൂടിയാണ് യാത്ര ആരംഭിച്ചത്. ഏകദേശം 2 മണിയോടുകൂടി നമ്മൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ട്രെയിനിൽ ധാരാളം മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും തിരുപ്പതി ക്ഷേത്ര ദർശനത്തിനായിട്ട് എത്തിയിട്ടുള്ളവരായിരുന്നു. പിന്നീട് ഞങ്ങൾ ഒരു ഹോം സ്റ്റേയിൽ അല്പം ഫ്രഷപ്പ് ആവാനായിട്ട് ഒരു ഹോം സ്റ്റേയിൽ പോയി. അവിടെ റെയിൽവേ സ്റ്റേഷനടുത്ത് ധാരാളം ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. നമ്മൾ പോയി എല്ലാവരും ഒന്ന് ഫ്രഷപ്പായി. പിന്നീട് ഞങ്ങൾ അവിടെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ കഴിഞ്ഞേ കിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫ്രഷപ്പായി നേരെ അമ്പലത്തിലേക്ക് പോകാനാണ് തീരുമാനം എടുത്തത്. ഇതാണ് ഞങ്ങൾ ഫ്രഷപ്പ് ആകാനായിട്ട് എടുത്ത ഹോട്ടൽ തനീഷ റെസിഡൻസി എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൽ നിന്ന് വിളിച്ചു. നമ്മുടെ ലഗേജ് ഒക്കെ അവിടെ കൊണ്ട് വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അതൊരു സ്റ്റാർ ഹോട്ടലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ വന്നു. ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നീട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ അവിടെ ലഗേജൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം വിശ്രമിക്കുന്നതാണ് കാണുന്നത്. പിന്നീട് ഇവിടെ നിന്നും ഏകദേശം അടുത്ത് തന്നെയാണ് നമുക്ക് ബസ് സ്റ്റാൻഡ്. ഒരു അരമണിക്കൂർ പോലും നടക്കേണ്ട ദൂരമില്ല. അന്നേരം എല്ലാവരും കൂടെ രാവിലെ ചെറുതായിട്ടൊന്ന് നടന്നാൽ മതിയല്ലോ എന്ന് കരുതി അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. സ്റ്റാർലൈറ്റ് സ്യൂട്ട്സ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. സ്റ്റാർ ഹോട്ടലാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നടന്ന് ആന്ധ്രയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് തിരുപ്പതിയിൽ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുണ്ട്. എപ്പോഴും തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ബസ്സുണ്ട്. അപ്പോഴതിൽ പോകാമെന്ന് കരുതി. അല്ലെങ്കിൽ നമുക്ക് ടാക്സിയൊക്കെ ബുക്ക് ചെയ്ത് പോകാം. പിന്നീട് അവിടുത്തെ ആന്ധ്ര ഗവൺമെൻറ്റിൻ്റെ ബസ്സുണ്ട്, അതിൽ പോകാം. അങ്ങനെ പോകാനാണ് തീരുമാനിച്ച് പോകുന്നത്. കുറച്ച് ദൂരം നടന്നാൽ മതി. പിന്നീട് എല്ലാവരും ട്രെയിനിലൊക്കെ ഇരുന്ന് മുഷിഞ്ഞ് വന്നതുകൊണ്ട് രാവിലെ ആയതുകൊണ്ട് കുറച്ച് ദൂരം നടക്കുന്നത് എല്ലാവർക്കും സന്തോഷം. അങ്ങനെ നടക്കാമെന്ന് കരുതി നടന്നു പോവുകയാണ്. നല്ല വൃത്തിയുള്ള റോഡൊക്കെയാണ്. അതേപോലെ ധാരാളം ചെടികളൊക്കെ എല്ലായിടത്തും വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പൂക്കളൊക്കെ കണ്ട് ആ റോഡ് സൈഡിലൊക്കെ നല്ല വൃത്തിയാണ്. അധികം വൃത്തികേടൊന്നുള്ള സ്ഥലമല്ല. എല്ലാം നല്ല വൃത്തിയായിട്ടാണ് അവിടുത്തെ തിരുപ്പതി അവർ സംരക്ഷിച്ചിരിക്കുന്നത്. പിന്നീട് ഇതുപോലെ ശില്പങ്ങളൊക്കെ ഉണ്ട്. ഭഗവാന്റെയും അതുപോലത്തെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ശില്പങ്ങളൊക്കെ അവിടെ എല്ലായിടത്തും കാണാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തി. എല്ലാവർക്കും വിശക്കുന്നത് കൊണ്ടെന്നാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ ഒരു ഹോട്ടലിൽ കയറിയതാണ്. എല്ലാവരും ദോശ, പൂരി, മസാല ദോശ എല്ലാം ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് രുചിയുടെ പ്രശ്നമാണ്. നമ്മുടെ ടേസ്റ്റൊന്നും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുടെ ഭക്ഷണത്തിന് ഉണ്ടാവുകയില്ല. അതിൻ്റെ ഒരു വിഷമം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട്. അങ്ങനെ പൂരിയും മസാല ദോശയൊക്കെ എത്തിച്ചേർന്നു. പൂരി കൊള്ളാമായിരുന്നു, പക്ഷേ കറി ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. എന്തോ അവരുടെ ടേസ്റ്റൊന്നും നമുക്കത്ര ഇഷ്ടപ്പെടത്തില്ല. അവരുടെ സാമ്പാറോ അതുപോലെ ഉരുളൻകിഴങ്ങ് വെജിറ്റബിൾ കറിയൊക്കെ ആയിരുന്നു, പക്ഷേ അതൊന്നും ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. എല്ലാവരും അത് ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കുകയാണ്. വിശപ്പ് കൊണ്ട് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ കഴിക്കുന്നതാണ് കാണുന്നത്. പൂരിയും ചായയൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. കോഫിയും നല്ലതായിരുന്നു, പക്ഷേ കറികൾക്കൊന്നും നമ്മുടെ ആ ടേസ്റ്റ് ഇല്ല. പിന്നീട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലോട്ട് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ഇത് അവിടെ നിന്ന് പോകുന്ന AC ബസ്സാണ്. ഇതിന് ഒരാൾക്ക് 200 രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചേർന്ന്. പിന്നെ സാധാരണ ബസ്സുണ്ട്, അതിന് 35 രൂപയാണെന്ന് തോന്നുന്നു.
അത് അങ്ങനെ ബസ്സിൽ ഞങ്ങൾ തിരുപ്പതിയിലേക്ക് പോകാനായിട്ടുള്ള ശ്രമത്തിലാണ്. പിന്നീട് അവിടെ ഒരു പൂക്കാരിയെ കണ്ടു. ഞാൻ കുറച്ച് പൂവൊക്കെ വാങ്ങി തലയിലൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എല്ലാവരും പൂവൊക്കെ വെച്ചുകൊണ്ടാണ് അമ്പലത്തിലേക്ക് ദർശനത്തിനായിട്ട് പോകുന്നത്. കൂടുതൽ പേരും തിരുപ്പതി ക്ഷേത്ര ദർശനത്തിന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ നമ്മുടെ ബസ് വിടാറായി. അങ്ങനെ എല്ലാവരും ടിക്കറ്റൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണിത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ബസ്സിൽ യാത്ര ആരംഭിച്ചു. ഇനി ഇവിടെ നിന്ന് നമ്മൾ അടിവാരത്തുനിന്ന് മല കയറി വേണം അങ്ങ് തിരുമല ദേവസ്ഥാനം, അവിടാണ് തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, അങ്ങോട്ടേക്ക് എത്തുന്നതിന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ബസ്സിൽ യാത്ര പോവുകയാണ്. ധാരാളം എല്ലാ ബസ് സീറ്റിലും ആളുണ്ടായിരുന്നു. അതുപോലെ AC ബസ് ആയതുകൊണ്ട് ചൂടൊന്നും അറിഞ്ഞില്ല. നല്ല സീറ്റും എല്ലാം ആയിരുന്നു. നല്ല ഭക്തിസാന്ദ്രമായ നല്ല യാത്രയായിരുന്നു. പിന്നീട് ഇതേപോലെ നമ്മൾ ഓരോ ചെക്കിംഗ് സ്റ്റേഷനുണ്ട്, അവിടെ എല്ലാം ഇറങ്ങി നമ്മുടെ ബസ് ഉൾപ്പെടെ നമ്മളെ ബാഗ് എല്ലാ സാധനങ്ങളും അവർ ചെക്ക് ചെയ്ത് മാത്രമേ ഉള്ളിലോട്ട് വിടുകയുള്ളൂ. അങ്ങനെ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി അവരവരുടെ ബാഗും ലഗേജും ഒക്കെ എടുത്ത് ചെക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് പിന്നെ വലിയ ലഗേജ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാം ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു വന്നത്. പിന്നെ കയ്യിലുള്ള മൊബൈലും ബാഗും ഒക്കെ ഉള്ളായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ചെക്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ഓരോ ചെക്കിംഗ് സ്റ്റേഷനുകളാണ് ഇത്. അങ്ങനെ എല്ലാവരും ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു വീണ്ടും തിരുമല കയറുന്ന ഇതാണ് കാണുന്നത്. നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഈ പ്രകൃതി സ്നേഹികൾക്കും വനവും അതേപോലെ പക്ഷിമൃഗാദികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ മനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ട് നമുക്ക് മേലോട്ട് പോകാൻ പറ്റുന്നത്. അങ്ങനെ ബസ്സിലൊക്കെ നല്ല ഭക്തിസാന്ദ്രമായ പാട്ടുകളൊക്കെ ഇട്ട് ഗോവിന്ദ ഗോവിന്ദ എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രകൃതി സൗന്ദര്യമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വേണം നമ്മൾ തിരുമല ദേവസ്ഥാനത്തേക്ക് പോകുന്നത്. നല്ല ഓരോ ഷോട്ട് എടുക്കുമ്പോഴും നമുക്ക് അടുത്തത് അതിനേക്കാളും നല്ലതായിട്ട് തോന്നും. അത്രയ്ക്ക് നല്ല വ്യൂസാണ് കിട്ടുന്നത്. നല്ല മലകളും കുന്നുകളും പ്രകൃതി ഭംഗിയും എല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ഥലമാണ്. എത്ര വീഡിയോ എടുത്താലും നമുക്ക് മതി വരത്തില്ല. അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മളിങ്ങനെ ചെന്ന് അങ്ങ് തിരുമല ദേവസ്ഥാനത്ത് എത്താറാവും. അപ്പോഴും നമ്മൾ ഓരോരുത്തരും അവരവരുടെ പാസിനനുസരിച്ച് നമ്മളെ ഓരോ സ്ഥലത്ത് അവർ ഇറക്കും. ഡ്രൈവർ ഇങ്ങനെ അനൗൺസ് ചെയ്യും. അതിനനുസരിച്ച് അവരവരുടെ പാസിൻ്റെ സ്ഥലം എത്തുമ്പോൾ അവിടെ ഓരോരോ കൗണ്ടറുണ്ട്, അവിടെ ഇറക്കി വിടും. അവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് യാത്ര പോകേണ്ടത്. അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോരുത്തരായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ ഇറങ്ങേണ്ട സ്ഥലം എത്തുമ്പോഴത്തേന് നമുക്ക് അവിടെ ഇറങ്ങാം. പിന്നീട് 3 മാസം മുൻപ് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഓൺലൈനിൽ. ഒരാൾക്ക് 300 രൂപയാണ് എൻട്രി ഫീസ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് വരുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ സർവ്വദർശന ക്യൂ ഉണ്ട്, ചെന്നിട്ട് പെട്ടെന്ന് നമുക്ക് പാസ് എടുത്ത് കയറാം. പക്ഷേ അത് ഒരുപാട് ലേറ്റാവും. ഒരുപാട് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതിനേക്കാളും നല്ലത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് 300 രൂപയുടെ പാസ് എടുത്ത് നേരത്തെ ഒരു 3 മാസം മുമ്പേ ബുക്ക് ചെയ്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് യാതൊരു കാരണവശാലും വീഡിയോയോ അതുപോലെ മൊബൈൽ ഫോണോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ഇവിടുന്ന് നമ്മൾക്ക് കുറച്ച് ദൂരം കൂടെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ കുറച്ചും കൂടെയൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ സ്ഥലം എത്തി നമ്മൾ അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് അവിടെ അറിയാൻ കഴിഞ്ഞതല്ല, അവിടെ അങ്ങനെയാണ്. അപ്പോൾ പിന്നീട് നമുക്ക് ആദ്യത്തെ ദിവസം വലുതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വളരെ മനോഹരമായ പൂന്തോട്ടങ്ങളും ശില്പങ്ങളും ഒക്കെയാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.
എന്തായാലും നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് തിരുപ്പതി ദേവസ്ഥാനം. ഇത് അവിടെ നമ്മളെല്ലാവരും ഇറങ്ങി ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോവുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം കൂടെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം എന്നുള്ള സന്തോഷത്തിൽ നടക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പാസിലൂടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അമ്പലത്തിനുള്ളിലോട്ട് അങ്ങ് പോവുക. ഒരുപാട് ചെക്കിംഗ് ഉണ്ട്. ഇതുപോലെ ഓരോ സ്ഥലത്തും ഓരോ ചെക്കിങ് കഴിഞ്ഞേ നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ക്യൂ പോയിൻ്റുള്ള സ്ഥലത്തോട്ട് പോവുകയാണ്. ഇത് അവിടെ സേവനം ചെയ്യുന്ന ആൾക്കാരാണ്. ഇതവരുടെ ഡ്രസ് കോഡാണ്. ഇത് 10 ദിവസം, 1 മാസം, 2 മാസം ഒക്കെ വന്ന് ഭഗവാന് സേവനം ചെയ്യുന്ന ആൾക്കാരാണ്. അതവിടെ രജിസ്റ്റർ ചെയ്ത് അവിടെ വന്ന് ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് സേവനം ചെയ്ത് ഭഗവാന് കൊടുക്കുന്ന ആൾക്കാരാണ് അത്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടേ ഉള്ളൂ ആദ്യത്തെ ദിവസം. ബാക്കി വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ